ദേശീയ സൈക്കിൾ ദിനത്തോടനുബന്ധിച്ച് അന്നൂരിൽ സൈക്കിൾ റാലിയും ആദരിക്കൽ ചടങ്ങും നടന്നു. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. സെപ്റ്റംബർ 22 ദേശീയ സൈക്കിൾ ദിനത്തോടനുബന്ധിച്ച് സൈക്കിൾ യൂസേഴ്സ് ഫോറം കേരള പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ സൈക്കിൾ ദിന റാലിയും ആദരിക്കൽ ചടങ്ങും അന്നൂർ അമ്പല പരിസരത്ത് നടന്നു. പരിപാടി പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ A. രൂപേഷ് ഉദ്ഘാടനം ചെയ്തു. ഇതെന്താണ് മാതൃകാപരമായ പ്രവർത്തനം എന്ന് പറയുന്നത്? എല്ലാ വാഹനങ്ങളും വായു മലിനീകരണം നടത്തിക്കൊണ്ടാണ്, പൊതുജനത്തിനെ ഏറെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് എല്ലാവരും യാത്ര ചെയ്യുന്നത്. അതിൽ നിന്നെല്ലാം ഉപരി നാം ഇന്ന് കാണുന്ന ഊടുവഴികളും റോഡുകളും ഒക്കെ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അതിന് രൂപാന്തരമായത് ഇന്ന് കാണുന്ന സൈക്കിൾ ഓടിച്ചു പോയ വഴികളാണ് പിൽക്കാലത്ത് ചെറിയ റോഡുകളും അതുപോലെ ഇടവഴികളും ഒക്കെ ആയി മാറിയത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ലോക സൈക്കിൾ ദിനം എന്ന് പറയുന്നത് ജൂൺ 3 പക്ഷെ ദേശീയ സൈക്കിൾ ദിനം സെപ്റ്റംബർ 22 ആചരിക്കപ്പെടുകയും അതിനുവേണ്ടി ആ സൈക്കിൾ ദിനം ആചരിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി പ്രയത്നിച്ച ഒരുപാട് സൈക്കിൾ ഉപയോഗിച്ച ആളുകളുണ്ട്. അവരെയൊക്കെ ഈ സമയത്തിൽ നമ്മൾ ഓർമ്മിക്കപ്പെടേണ്ടതും അവരുടെ ത്യാഗം എന്ന് തന്നെ പറയേണ്ടി വരും. അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സൈക്കിളെ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും സമൂഹത്തിന് വലിയ സന്ദേശം നൽകുന്ന ഒരു വിഭാഗമാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. ചടങ്ങിൽ രക്ഷാധികാരി K. രാമചന്ദ്രൻ അധ്യക്ഷനായി. കോർഡിനേറ്റർ VV ശിവരാമൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ 90 വയസ്സ് കഴിഞ്ഞ ഉദിനൂരിലെ തെക്കുപുറത്തെ KP കുഞ്ഞമ്പു, കുപ്ലേരി ഗോപിനാഥൻ എന്നിവരെ പൊന്നാടി അണിയിച്ച് മൊമെന്റോ നൽകിയും ആദരിച്ചു. ഭാസ്കരൻ കൊള്ളൂർ, സുഭദ്ര KK, TP കുമാരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സെക്രട്ടറി M. സതീഷ് ബാബു നന്ദിയും പറഞ്ഞു. സൈക്കിൾ ദിന റാലി മാധ്യമപ്രവർത്തകൻ T. ബാബു പഴയങ്ങാടി ഫ്ലാഗ് ഓഫ് ചെയ്തു. സൈക്കിൾ ദിന റാലി അന്നൂർ അമ്പല പരിസരത്തു നിന്നും ആരംഭിച്ച് തായ്നേരി, തുളുവന്നൂർ, കാര, തലിച്ചാലം, തങ്കയം മുക്ക്, തട്ടാർക്കടവ് വഴി കണ്ടക്കോരൻ മുക്കിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.